കൊല്ലത്ത് അഡീസിൻ്റെ ജംഗ്ഷനിലാണ്. അപ്പോൾ കഴിഞ്ഞ ജൂലൈ മുതൽ മുട്ടുവേദനയായിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാനൊരു ഡോക്ടറെ കണ്ടു. മുട്ടിന് നീര് വന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ സർജറിയാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ ആ സർജറിക്ക് എനിക്ക് വില്ലിങ് അല്ലാത്തതെന്നാൽ താൽക്കാലികമായിട്ട് ഒരു മെഡിസിൻ മുട്ടിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിന് പുള്ളി എഴുതി തരികയും അതനുസരിച്ച് ആ ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു. അത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു. അത് ഈ പേരിലുള്ളതാണ്. അപ്പം അതെടുത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊക്കെ. അപ്പം ഞാൻ എന്നും കോട്ടയത്താണ് ജോലിക്ക് പോയി വരുന്നത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴും മുട്ടുവേദന കുറച്ച് ദിവസം മാറ്റം വന്നു, വീണ്ടും കൂടി വന്നു. അന്നോട്ടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇഞ്ചക്ഷൻ എന്ത് വിലയുണ്ട്? ഇഞ്ചക്ഷന് 24,000 രൂപ ആയി. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് 6 മാസം കഴിഞ്ഞ് വേദന കുറവില്ലെങ്കിൽ വീണ്ടും എടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാലും ഇടയ്ക്ക് കുറച്ച് വ്യത്യാസം വന്നു. എന്നാൽ നടക്കുന്നതിന് ബുദ്ധിമുട്ടും യാത്ര ചെയ്ത് കഴിഞ്ഞ് വരുമ്പം മുട്ടിൽ നീരും ആയി വന്ന അവസ്ഥയാണ്. ഇപ്പോഴും ആ ഡോക്ടറുടെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ മാസ്റ്ററെ കാണുന്നതും. പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റിൽ ഒരു യോഗ തെറാപ്പി ചെയ്ത് എനിക്കിപ്പം മുട്ടുവേദനയ്ക്ക് മാറ്റം വന്നു. പണ്ടത്തതിൽ നിന്നും വ്യത്യാസമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, കുത്തിയിരിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ അരമണിക്കൂർ ചികിത്സ കൊണ്ട് എനിക്ക് മാറ്റങ്ങൾ വന്നു. നടക്കാം. സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ മറ്റൊരു നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ കുത്തിയിരിക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഇരിക്കാനും പറ്റുന്നുണ്ട്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ ഉപകാരപ്രദമായി. സന്തോഷമായോ? സന്തോഷമായി. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ.